എഴുതി ഒപ്പിട്ട കരാറല്ലെങ്കിലും എല്ലാം അമ്മയുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് എന്നോടൊന്ന് ആലോചിക്കായിരുന്നു. ഇതിപ്പോ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ധാരണ ഒരാളായിട്ട് ലംഘിച്ചു. ഒരു വാക്ക് ചോദിക്കായിരുന്നു. അതിനുള്ള സാവകാശം കിട്ടിയില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് സംസാരിച്ചല്ല ഞാൻ. അമ്മ തുറന്നു ചോദിച്ചപ്പോ നിഷേധിക്കാൻ തോന്നിയില്ല. പറഞ്ഞതെന്തായാലും പറഞ്ഞു. ഇനിയിപ്പോ അത് തിരുത്താൻ പറ്റില്ല. തനിക്ക് സംസാരിക്കാനുള്ളത് താനും അമ്മയോട് പറയൂ. ഇനി ഞാൻ പ്രത്യേകിച്ചെന്ത് പറയാനാ? കേട്ടത് സത്യമാണെന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ലല്ലോ. സത്യം മാത്രമേ പറയാവൂ. ബാക്കിയെല്ലാം അമ്മ തീരുമാനിക്കട്ടെ. അഭിനയിച്ചു മടുത്തു. അർത്ഥമില്ലാത്ത ഈ ജീവിതം അങ്ങനെ തുടരുന്നതിൽ ഒരു കാര്യമില്ല. എത്ര നാളെന്ന് കരുതിയ? മറ്റാരും അടിച്ചേൽപ്പിച്ചതല്ല ഈ അഭിനയവും അർത്ഥമില്ലാത്ത ജീവിതവും. സ്വയം സൃഷ്ടിച്ചെടുത്തതാ. പതിവ് മട്ടിലുള്ളൊരു തർക്കത്തിന് ഇപ്പം എനിക്ക് താല്പര്യമില്ല. പതിവുകൾ പലതും അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ പറയുമ്പോഴും പതിവുള്ള ഒരു കാര്യം ആവർത്തിക്കാൻ മറന്നില്ല. മനസ്സിലായില്ല? അമ്മയുടെ വിചാരണ നേരിടാൻ എന്നെ മുന്നോട്ട് നീക്കി നിർത്തുന്ന പതിവ്. ഇനി ഞാൻ വേണല്ലോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ. അമ്മ കൂടുതൽ കാര്യങ്ങൾ തന്നോട് ചോദിക്കുന്നതിന് ഞാനല്ല ഉത്തരവാദി. ഒരു കാര്യം കൂടി. സംസാരിച്ചു വന്ന കൂട്ടത്തിൽ തൻ്റെ പഴയ സ്നേഹബന്ധത്തെക്കുറിച്ചും എനിക്ക് അമ്മയോട് പറയേണ്ടി വന്നു. മുൻകൂട്ടി തീരുമാനിച്ചതല്ല, മെൻഷൻ ചെയ്തു പോയതാ. അധികമൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനധികം പറയണം? അതും എന്റെ തോളിലേക്ക് ചാരി തന്നിരിക്കല്ലേ. ഇത് സത്യസന്ധതയല്ല, ഒറ്റ കൊടുക്കല. ഞാൻ ഉദ്ദേശിച്ചത് തർക്കിക്കാൻ എനിക്കും താല്പര്യമില്ല. അമ്മ എന്ത് ചോദിക്കുന്നെന്ന് അറിയട്ടെ. അതിനനുസരിച്ചായിരിക്കും എന്റെ മറുപടി. ഇനി അതല്ല, ഇതിനോടകം അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാം. ഞാൻ ചായ ഇട്ടു. ദാ എടുത്തു കുടിക്ക്. ഞാൻ പിന്നെ കുടിച്ചോളാം. അതെന്താ, ഞാനുണ്ടാക്കിയതുകൊണ്ടാണോ? ഇപ്പൊ വേണ്ടാത്തോണ്ടാ. അമ്മയുടെ അടുത്തേക്കല്ലേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോ. നോക്കണ്ട, അമ്മ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്കിപ്പോ അമ്മയെ ചതിക്കാൻ പറ്റുമോ? തേനെ പാലെന്നൊന്നും നമ്മളെ വിളിക്കുന്നില്ല എന്ന് കരുതി മനസാക്ഷി വഞ്ചന കാണിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. തേനും പാലും എന്ന് കരുതിയവരുടെ തനിനിറം അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. ആ, എല്ലാവരെയും എന്നും പറ്റിക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ ഔട്ട്ലൈൻ സ്റ്റോറി പറയാതെ കാര്യം എന്താന്ന് തുറന്ന് സംസാരിച്ചൂടെ കാർത്തികേച്ചിക്ക്? മൂടി പൊതിഞ്ഞു വെക്കാൻ എനിക്ക് രഹസ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും എനിക്ക് തുറന്ന് സംസാരിക്കാം. ഞാൻ സംസാരിക്കുകയും ചെയ്യും. ഈ ചോദിക്കുന്ന ആളോ? എന്റെ രഹസ്യങ്ങൾ പലതവണ ചെകഞ്ഞെടുക്കാൻ നോക്കിയതല്ലേ. 2-3 തവണ അതിന്റെ ചർച്ചകളും നടന്നു.
പുതിയതായിട്ട് ഒരു രഹസ്യവും ഞാൻ സൂക്ഷിക്കുന്നില്ല. നന്ദന് രഹസ്യം സൂക്ഷിച്ചാലും പരസ്യം സൂക്ഷിച്ചാലും എനിക്കൊന്നുമില്ല. ഇപ്പൊ ഈ ചായ കുടിക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ബാക്കി വന്ന പാലെടുത്ത് വെക്കട്ടെ. പൂച്ച വല്ലാത്ത ശല്യ. കണ്ണടച്ച് പാല് കുടിക്കുന്നത് മറ്റാരും കാണുന്നില്ലെന്ന് അതിന്റെ വിചാരം. അടുക്കളപ്പുറത്ത് വരുന്ന കള്ളിപ്പൂച്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അമ്മേ, ആ വാതിലങ്ങ് ചാരിയേക്ക്. ഉദയം മുകളിലുണ്ടായിരുന്നല്ലോ, വല്ലതും പറഞ്ഞോ? പറഞ്ഞു. എന്റെ മുമ്പിൽ ഇപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ധാരണയുണ്ടായി കാണും. ഭാര്യയും ഭർത്താവും കൂടി എന്റെ മുമ്പിൽ നാടകം ആടുകയായിരുന്നു ഇത്രയും നാള്, അല്ലേ? ഉദയം വലിയ നടനാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നീ ഇത്രയും വലിയ അഭിനയക്കാരിയാണെന്നുള്ളത് പുതിയ അറിവാണ്. ഒരിക്കൽ ഞാൻ നിന്നെ വിളിച്ചു നിർത്തി ചോദിച്ചതല്ലേ? പഴിചാരാനോ ശിക്ഷിക്കാനോ ഒന്നും അല്ലെന്ന് മുൻകൂട്ടി പറഞ്ഞതുമാണ്. സത്യം അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോ ഞാൻ കേട്ടതെല്ലാം പച്ചക്കള്ളമാണെന്നും പറഞ്ഞ് എടീ കേറി ഉദയൻ. പരസ്പരം ധാരണയിലായിരുന്നല്ലോ രണ്ടുപേരും. പിന്നീടാണെങ്കിലും പഴയ രഹസ്യബന്ധത്തെപ്പറ്റി നന്ദനിക്ക് എന്നോട് പറയായിരുന്നു. അതൊരു രഹസ്യബന്ധമായിരുന്നില്ലമ്മേ. ഓ, പിന്നെ ന്യായീകരിക്കാൻ തുടങ്ങുകയാണോ? ന്യായമുള്ള കാര്യമാണെങ്കിൽ അത് പറയണ്ടേ? അമ്മ സമയം തരുവാണെങ്കിൽ പറയാം. ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെയാ വീട്. ഹരിപ്രസാദ്. അതൊരു വഴിവിട്ട ബന്ധമല്ലായിരുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ എനിക്ക്. സ്നേഹിക്കുന്ന ഒരു തെറ്റല്ലാത്തോണ്ട് അതിൽ കുറ്റബോധമില്ല. നീ ഇപ്പൊ മറ്റൊരാളിന്റെ ഭാര്യ. പഴയ സ്നേഹം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് തെറ്റ് തന്നെയാ. ആദ്യം മുതൽ ഞാനിന്ന് പറഞ്ഞോട്ടെ അമ്മേ. ഹരിയേട്ടനും ഞാനുമായുള്ള സ്നേഹം വീട്ടിലും നാട്ടിലും ചർച്ചാ വിഷയമായിട്ടില്ല. മറ്റാരും അറിഞ്ഞിട്ടില്ല. ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാനും പരിഹസിക്കാനും അവസരവും ഉണ്ടാക്കിയിട്ടില്ല. കല്യാണാലോചനയുമായി അച്ഛനെ സമീപിക്കുക ഹരിയേട്ടൻ ചെയ്തത്. വിവാഹ നിശ്ചയവും മോതിരം മാറലും വരെ നടത്തി. ഓഹോ, അപ്പൊ അത്രയും വരെ എത്തിയോ? എന്നിട്ട് കല്യാണം നടന്നില്ല. എന്നെ വളർത്തിയ സുമിത്രാമ്മ തന്നെയാ മുടക്കിയത്. ആ വാശി തീർക്കാനാണോ നീ അവന്റെ കൂടെ ഒളിച്ചോടിയത്? അതും ഉദയനുമായുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷം. എന്റെ സമ്മതമില്ലാതെ ഈ കല്യാണം ഉറപ്പിച്ചതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും? ആരുടെയും പക്ഷം പിടിക്കാതെ ആലോചിച്ച് നോക്കിയാ അമ്മയ്ക്കത് മനസ്സിലാവും. ആലോചിക്കും തോറും എനിക്കിപ്പോ പലതും മനസ്സിലായി വരുന്നുണ്ട്. ബാക്കി കേൾക്കട്ടെ. ഇവിടുന്ന് പ്രപ്പോസൽ കൊണ്ടുവന്നത് അശ്വിന്റെ അച്ഛനാ. കല്യാണം ഉറപ്പിക്കാൻ ഉത്സാഹം കാണിച്ചത് അമ്മാവന്മാരും. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നില്ല. എന്നെ എങ്ങനെയെങ്കിലും ഉദയന്നൂരിന്ന് പാക്ക് ചെയ്യണം, അതായിരുന്നു ലക്ഷ്യം. എന്റെ പക്ഷത്ത് നിൽക്കാനൊന്നും ആരുമില്ലായിരുന്നു. സേതുകുഞ്ഞമ്മ മരിച്ചു. മുത്തശ്ശി കിടപ്പിലായി. ആകെ ഉള്ളത് സ്വന്തം അമ്മയാ. പാവത്തിന്
അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഭർത്താവ് കൊടുക്കാറില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് ഈ വിവാഹത്തിന് വിധിച്ചു. എല്ലാ അർത്ഥത്തിലും ശിക്ഷ തന്നെ. ശിക്ഷാവിധി നടപ്പിലാക്കാനുള്ള മുഹൂർത്തം കുറിച്ചു. നിനക്ക് ഈ വിവരങ്ങൾ എന്നെ അന്ന് തന്നെ അറിയിക്കാമായിരുന്നുവല്ലോ. എങ്ങനെ അറിയിക്കാനാ? അല്ലെങ്കിലും ഇപ്പോഴെങ്ങനെ പറയും? അന്ന് അറിയിച്ചിരുന്നെങ്കിലും കുറെ ഉപദേശങ്ങൾ തന്ന് അമ്മയും എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുമായിരുന്നു. അതായിരുന്നു സാഹചര്യം. മനസ്സിൽ ഒരാളെ കുടിയിരുത്തിയിട്ട് മറ്റൊരാളുടെ ഭാര്യയാവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുമ്പിൽ ഒരു വഴിയേ കണ്ടുള്ളൂ, ഹരിയേട്ടനെ അറിയിക്കാം. എടുത്തു ചാടി എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു പോവുകയല്ല ഞങ്ങൾ ചെയ്തത്. രജിസ്റ്റർ വിവാഹത്തിനുള്ള സ്ഥലവും തീയതിയും സമയവും എല്ലാം നിശ്ചയിച്ചതിന് ശേഷമാ പോയത്. സഹായത്തിന് ഹരിയേട്ടന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് പോവാൻ പറ്റില്ലല്ലോ. അങ്ങനെ തൊളിച്ചോട്ടോ ആയി. പക്ഷേ രഹസ്യമായി ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു അമ്മാവന്മാരും അശ്വിന്റെ അച്ഛനും. അവസാന നിമിഷത്തിൽ അവര് പോലീസിനെയും കൊണ്ടുവന്ന് ഞങ്ങളെ കെണിയിലാക്കി. ഹരിയേട്ടന്റെ ബാഗില് കുറെ സ്വർണം തിരികെ വെച്ചിട്ട് അത് ഉദയനൊരുന്ന് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. വീട്ടുകാരെ ഉറപ്പിച്ച കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഹരിയേട്ടനെ കൂട്ടുകാരും ജയിലിലാക്കുമെന്നായി ഭീഷണി. അങ്ങനെ എനിക്ക് തോറ്റുകൊടുക്കേണ്ടി വന്നു. കല്യാണത്തിന് സമ്മതിച്ചു. അത് നിന്റെ ഭാഗത്തെ ന്യായമായിരിക്കും. എനിക്ക് പക്ഷെ അംഗീകരിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവിന്റെ അടുത്തൊന്നും മറച്ചു വെക്കാത്തതുകൊണ്ട് മനസാക്ഷിയുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കാൻ തോന്നുന്നില്ല എനിക്ക്. അമ്മയ്ക്ക് വേണ്ടിയ കല്യാണം കഴിച്ചെന്ന് തുറന്നു പറയുന്ന ഒരാളിന്റെ മുന്നിൽ എന്തു മറച്ചു വെക്കാൻ? പക്ഷേ സൗകര്യപൂർവ്വം ചിലത് മറക്കുന്നു നന്ദന. ഭർത്താവിലും വലുതാണ് നിനക്ക് ഭർത്താവിന്റെ അമ്മയായി ഞാനെന്ന് നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളർത്തമ്മയ്ക്കും പെറ്റമ്മയ്ക്കും അപ്പുറത്തുള്ള സ്ഥാനം നിന്റെ മനസ്സിൽ എനിക്കുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെറുതെ ആയിരുന്നുവോ? ഉദയൻ നിന്നെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ അവനെ ഒരുപാട് ശാസിച്ചിട്ടുമുണ്ട്. അപ്പോഴും ഞാൻ അറിയുന്നില്ലല്ലോ നിങ്ങൾ ഉടമ്പടി ഒപ്പുവെച്ച് എന്റെ മുമ്പിൽ അഭിനയിക്കുകയാണെന്ന്. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ തെറ്റുകാരിയാണെന്ന് തോന്നുന്നില്ലെന്ന് നന്ദന പറഞ്ഞു. നീ ചെയ്തതും ചെയ്യുന്നതും പൂർണ്ണമായും ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നത് എന്ന് അമ്മ പറഞ്ഞത് എന്തുദ്ദേശത്തിലാണെന്ന് അറിയില്ല. എങ്കിലും ഒരു കാര്യം കൂടി പറയാനുണ്ട്. അമ്മ അറിഞ്ഞിട്ടുണ്ടോന്ന് നിശ്ചയമില്ല. ഹരിയേട്ടൻ ഇപ്പൊ ഈ നാട്ടിലുണ്ട്. സ്ഥലമാറ്റമായി വന്നതാ. നമ്മുടെ മാനേജർ സജീവിന്റെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുക. സജീവിനെ കാണാൻ ഓഫീസിൽ വന്നപ്പോ ഞങ്ങൾ തമ്മിൽ കണ്ടു. അറിയാതെ മുന്നേ വന്ന് പെട്ടുപോയതാ. അല്ലാതൊരു കൂടിക്കാഴ്ചയോ ഫോൺ വിളിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അരുതാത്തൊരു നോട്ടം പോലും ഞങ്ങൾക്കിടയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാ സത്യം. ഞാനീ
പറയുന്നൊന്നും അമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ലേ? ഇതിപ്പോഴല്ല നന്ദന പറയേണ്ടിയിരുന്നത്. മറ്റൊരാളിൽ നിന്ന് ഞാൻ അറിയുന്നതിന് മുൻപ് നിനക്കിതെന്നോട് പറയായിരുന്നു. അതുകൊണ്ട് എന്റെ വിശ്വാസത്തിന് ഇവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം. ഉദയം വലിയ ഗൗരവക്കാരനാണെങ്കിലും നിസ്സാര കാര്യത്തിന് അവൻ ദേഷ്യപ്പെടും. പക്ഷേ അവൻ ആരെയും ചതിച്ചിട്ടില്ല. ഞാനും ആരെയും ചതിച്ചിട്ടില്ല. പക്ഷെ നീയോ കുറെ വെളിപ്പെടുത്തലുകളും ഏറ്റുപറച്ചിലുകളും നടത്തിയെന്ന് കരുതി നന്ദന കാണിച്ചത് ചതിയാ. എന്നെയും ഈ കുടുംബത്തെയും നീ പറ്റിക്കായിരുന്നു. പുറമെ ശാന്തത കാണിക്കുന്നെങ്കിലും ഉള്ളുകൊണ്ട് വല്ലാതെ ഒലയുന്നുണ്ടാവൂ ഉദയൻ. ആരോടും പറയാതെ എല്ലാം മനസ്സിലൊതുക്കി ഉള്ളിക്കൊണ്ട് നടക്കും. അത് ശരിയാ. എല്ലാം മനസ്സിലൊതുക്കി കൊണ്ട് നടക്കും. ആരും ഒന്നും അറിയില്ല, ഈ അമ്മ പോലും. അതെന്താ നീ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, എന്തുകൊണ്ട് ഇനി അതും എന്നിൽ നിന്നും മറച്ചു വെക്കണോ നിനക്ക്? നേരത്തെ കേട്ട കാര്യോ? ഒരിക്കൽ ഓഫീസിൽ വന്ന ആ സ്ത്രീയും മകളും. അതേതോ നാടകക്കാരിയാണെന്ന് ഉദയം പറഞ്ഞതല്ലേ? അത് കഴിഞ്ഞ് എന്നോട് സത്യം പറഞ്ഞു. ശരിക്കും ഭാര്യയും മകളും ആണത്രേ. ഓ, പകരത്തിന് പകരം പറഞ്ഞ് നേടാൻ നോക്കുകയാണോ നന്ദന? വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ചെയ്യുന്നത് അമ്മയുടെ ഇഷ്ടം. അറിഞ്ഞത് ഞാൻ പറഞ്ഞു. ഈ വെളിപ്പെടുത്തലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, കുടുംബത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടുമല്ല. ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസരത്തിന് വേണ്ടി നന്ദന കാത്തു നിൽക്കില്ലായിരുന്നു. ഭർത്താവിന് മറ്റൊരു പെണ്ണും അതിലൊരു കുട്ടിയുണ്ടെന്നറിഞ്ഞ ഏത് ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാ? പൊട്ടിത്തെറിക്കൂ അവള്. ഇവിടെ പക്ഷേ എന്ത് ഭാര്യ, എന്ത് ഭർത്താവും ഒക്കെ ഒരു അഭിനയമല്ലേ? എന്നാലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കുറെ കടന്നുപോയി. അമ്മയുടെ മുന്നിൽ എനിക്കിനി എതിർവാദങ്ങളില്ല. ഒന്ന് മാത്രം ആവർത്തിച്ച് പറയുന്നു, തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ. ഭർത്താവിന്റെ മനസ്സിൽ സ്ഥാനമില്ല. അമ്മയുടെ മനസ്സിലും സ്ഥാനമില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ തുടർന്നിട്ട് എന്ത് കാര്യം? ഇവിടുന്ന് ഇറങ്ങിത്തരാൻ തയ്യാറാ. ഏത് നിമിഷവും ഞാൻ പോയേക്കാം. ഒഴിഞ്ഞു പോണെന്ന് അമ്മ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി.
എന്തു പറ്റിയമ്മേ? സുഖമില്ലേ? കാർത്തിയോട് ഞാൻ പറഞ്ഞോ സുഖമില്ലെന്ന്? അല്ല, കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. ദൈവം സഹായിച്ച് ഇതുവരെ അസുഖമൊന്നുമില്ല. എല്ലാവരും കൂടി എന്തെങ്കിലും സുഖക്കേട് വരുത്തി വെക്കാതിരുന്ന മാത്രം മതി. ഭക്ഷണം എടുക്കട്ടെ ഞാൻ? വേണ്ട. എന്താമ്മേ, വിശപ്പില്ലേ? ചേടാ, എനിക്ക് അസുഖമാണോ, വിശപ്പില്ലേ, ദാഹമില്ലേ, ഉറങ്ങുന്നില്ലേ? കാർത്തിക്ക് എന്തൊക്കെ അറിയണം? എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് തോന്നുമ്പോ ഞാൻ ചെന്ന് എടുത്തു കഴിച്ചോളാം. അല്ലമ്മേ, പിന്നെ ഒന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? Yeah.